ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല എന്ന് നാം വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം ഒരു ശിക്ഷാവിധിയുമില്ല എന്നതാകുന്നു. പാപനിമിത്തം ശിക്ഷാവിധി നിയമം നീക്കിയ കർത്താവിൻ്റെ മഹത്വമുള്ള ഒരു വലിയ ദൂതാണ്, ഒരു നിയമ ആലോചനയാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ശിക്ഷാവിധിക്ക് അധീനമായ ഒരു ലോകത്തിലേക്കാണല്ലോ നാം ജീവിച്ച് വീഴുന്നതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. ജീവിച്ച് ക്രിസ്തുവിൽ വളരുക എന്നതും നാം ദൈവസന്നിധിയിൽ അറിയുന്ന കാര്യങ്ങളാണല്ലോ. പൗലോസ് ഇവിടെ വിളിച്ചു പറയുന്നത് വിശ്വാസിയും ദൈവവുമായുള്ള ബന്ധത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിലെ 7 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ന്യായവിധി ആരാണെന്നോ, എവിടെ താമസിക്കുന്നു എന്നോ, എങ്ങനെ വളർന്നു എന്നോ, ഏത് തൊഴിൽ ചെയ്യുന്നുവെന്നോ, വിദ്യാഭ്യാസമുണ്ടോ ഇല്ലയോ, ഇതൊന്നും പരിഗണിച്ചല്ല. എല്ലാവരും ദൈവത്തിൻ്റെ ശിക്ഷാവിധിയും കീഴിലാണ്. എന്താണ് ഈ മാറ്റം വരുത്തിയത്? ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ തൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണം ദൈവത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റി എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പാപത്തിൻ്റെ ശിക്ഷയായി ദൈവം നിയമിച്ചത് മരണമാണ്. ഏതൊരു പാപത്തിനും ഇതിൽ കുറഞ്ഞ ശിക്ഷയില്ല. എല്ലാ പാപത്തിനും ഒരേ ശിക്ഷയാണ്. പാപത്തിൻ്റെ ഫലമായി മനുഷ്യൻ അർഹിക്കുന്ന ശിക്ഷാവിധി ക്രിസ്തു തൻ്റെ മരണത്താൽ ഏറ്റെടുത്തു. അങ്ങനെ ദൈവം വെച്ച വ്യവസ്ഥകൾക്കൊപ്പം ഉയർന്നു. ആമേൻ. ക്രിസ്തുവിൻ്റെ യാഗമരണത്തിൽ ദൈവം തൃപ്തനായതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരെയും കർത്താവ് സ്വീകരിക്കുന്നു. ഓരോരുത്തരായി ജനങ്ങൾ ക്രിസ്തുവിലൂടെ ദൈവത്തിങ്കിലേക്ക് വന്നു കർത്താവിൻ്റെ പാപപരിഹാര ബലിയെ സ്വീകരിക്കുന്നു. അങ്ങനെ മനുഷ്യൻ ചെയ്യുമ്പോൾ അവരുടെ മേൽ തൂങ്ങിക്കിടക്കുന്ന ശിക്ഷാവിധിയെ ദൈവം നീക്കിക്കളയും. അതിനായി സ്തോത്രം ചെയ്യട്ടെ. കർത്താവിൻ്റെ വചനം നമുക്ക് നൽകിത്തരുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിന് വിടുതലായി തീരണം, അനുഗ്രഹമായി തീരണം. വിശുദ്ധനായ ദൈവത്തിൽ നിന്നും നീതിപൂർവം നമുക്ക് ലഭിക്കേണ്ട ശിക്ഷാവിധി എന്താണ്? ഏറ്റവും ശക്തമായ ശിക്ഷാവിധി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നിത്യമായി നീക്കം ചെയ്യുക എന്നതാണ്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ശിക്ഷാവിധി നിത്യമായി നീക്കം ചെയ്യാൻ ദൈവത്തിന് കഴിയും. വേദപുസ്തകം അതിനെ നിത്യമായ മരണം എന്ന് വിശേഷിപ്പിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ മരണം മൂലം ദൈവം ആ വ്യവസ്ഥയെ മാറ്റി നിത്യജീവൻ എന്നാക്കി. രണ്ടാമത്തെ ശിക്ഷാവിധി തികഞ്ഞ അന്ധകാരത്തിൽ വസിക്കുന്നതാണല്ലോ. അവ തികഞ്ഞ ആ അന്ധകാരത്തിൽ വസിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് നാം ഭാരപ്പെടേണ്ട കാര്യങ്ങളില്ല. കാരണം ദൈവസാന്നിധ്യം ഇല്ലാത്തയിടത്ത് തികഞ്ഞ അന്ധകാരമാണല്ലോ. എന്നാൽ ദൈവം തൻ്റെ പുത്രനായ ലോകത്തിൻ്റെ വെളിച്ചമായി തന്നത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാനാണ്, അത് ഉപയോഗിക്കാനാണ്. ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി മൂന്നാമത്തെ ശിക്ഷാവിധി ലോകം, ജഡം, പാപം, മരണം, പിശാച് എന്നീ ശത്രുക്കൾക്ക് അടിമയായി ജീവിക്കുക എന്നതാണ്. ക്രിസ്തു എന്ന വ്യക്തിയെ നമുക്ക് സ്വന്തമായി തന്ന് ദൈവം നമ്മെ ഇതിൽ നിന്നെല്ലാം വിടുവിച്ചെടുത്തിരിക്കുന്നു. നമ്മെ ഈ അടിമത്വത്തിൽ നിന്നെല്ലാം സ്വതന്ത്രരാക്കി. നാലാമത്തെ അവസ്ഥ പാപം മൂലമുള്ള ശിക്ഷയാണ്. അപ്പോൾ ക്രിസ്തു രക്തം ചൊരിഞ്ഞതുകൊണ്ട് ദൈവം നമുക്ക് പാപക്ഷമ നൽകി. ഞാൻ അർഹിക്കുന്ന 5ാമത്തെ ശിക്ഷ ദൈവഭവനത്തിൽ നിന്ന് എന്നേക്കുമായി പുറന്തള്ളപ്പെടുക എന്നതാണ്.
എന്നാൽ ദൈവം തൻ്റെ കൃപയാൽ എനിക്കൊരു ഭവനം തന്നു. എൻ്റെ പാപ സ്വഭാവത്തിൻ്റെ 6ാമത്തെ ശിക്ഷ മാനസിക സംഘർഷമാണ്. ദൈവം എൻ്റെ മാനസിക സംഘർഷത്തെ നീക്കിക്കളഞ്ഞു. എനിക്ക് മനസമാധാനം നൽകി. ക്രിസ്തു യേശുവിലൂടെ എനിക്ക് സമാധാനം ഉണ്ടാക്കി. എനിക്ക് ശിക്ഷാവിധി ലഭിക്കേണ്ട വേറെയും പല കാരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ അതെല്ലാം നീക്കിക്കളഞ്ഞു. ഇന്ന് എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമാകുവാൻ കർത്താവിൻ്റെ സന്നിധി നമ്മളെ സമർപ്പിക്കാം. ക്രിസ്തു യേശുവിലൂടെ എനിക്ക് സമാധാനം ഉണ്ടാക്കിയ ദൈവത്തിന് എനിക്ക് ശിക്ഷാവിധി ലഭിക്കേണ്ട വേറെയും പല കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ക്രിസ്തുവിലൂടെ അതെല്ലാം നീക്കിക്കളഞ്ഞിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി എനിക്കെതിരായി ഒരു കുറ്റാരോപണവും ഇല്ല. അത് ഞാൻ വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിലൂടെ എന്നെ സ്വീകരിച്ചതിന് നന്ദി കർത്താവേ. എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന എല്ലാ ശിക്ഷകളെയും നീക്കിക്കളഞ്ഞതിന് നന്ദി. എൻ്റെ കൃപയ്ക്കായി ഞാൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. വചനങ്ങളാ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.